بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അൻകബൂത്തിലെ 54 മുതൽ 57 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. യസ്തഅജിലൂനക ബിൽ അദാബ്, ഇതിൽ ആയിനിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആയിന് ശേഷം ദാല്. ആയിനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യമാണ്, ഉത്ഭവസ്ഥാനം. കൂടാതെ അതിന് ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന ഒരു സിഫത്തുമുണ്ട്. കൂടുതൽ ഷിദ്ദത്തോ അല്ലെങ്കിൽ റഖാവത്തോ അല്ലാത്ത മധ്യത്തിലുള്ള അവസ്ഥ, അതായത് അല്പം ലൂസാക്കി അയവോടുകൂടി ഉച്ചരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. യസ്തഅജിലൂനക ബിൽ അദാബ്, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബായിൽ ഖൽഖല കുബ്ര നൽകി ബിൽ അദാബ് എന്ന് വ്യക്തമായി ബായിനെ കേൾപ്പിക്കണമെന്നതാണ്. വഇന്ന ജഹന്നം, രണ്ട് നൂൻ മുഷദ്ദദ ആവർത്തിച്ചു വരുന്നു. രണ്ട് പദങ്ങളിൽ ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഇന്ന ജഹന്നമ ലമുഹീതതുൻ ബിൽ കാഫിരീൻ. മുഹീതതുൻ, ഹ ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യമാണ് ഹന്റെ മഖ്റജ്. ശേഷം ത്വാ വന്നിട്ടുണ്ട്. ശിദ്ദത്തിന്റെ, ഇത്ബാഖിന്റെ, ഇസ്തിഅലാന്റെ ഒക്കെ കടുപ്പമേറിയ ഒരു അക്ഷരമാണ്. തഫ്ഖീമോടുകൂടി തടിപ്പിച്ചുച്ചരിക്കണം. ലമുഹീത എന്ന ആ ഹെവി ആയിട്ടുള്ള ശബ്ദം. ലമുഹീതതുൻ ബിൽ കാഫിരീൻ. ത്വാഇന് ശേഷം താ ആണ് വന്നിട്ടുള്ളത്. താഇന് അല്പം പോലും തഫ്ഖീം വേണ്ട, തർക്കീഖാണ്, നേർപ്പിച്ചുച്ചരിക്കുകയാണ് താഇനെ വേണ്ടത്. ലമുഹീതതുൻ ബിൽ കാഫിരീൻ. തുൻ എന്ന തൻവീൻ, ആ തൻവീനിനെ മീമാക്കി മാറ്റി മണിക്കണം, ഇഖ്ലാബ് ചെയ്യണം എന്നതാണ് നിയമം. ഫലത്തിൽ അതിന് ഇഖ്ഫ ഷഫവിയുടെ നിയമം അവസ്ഥ വരുന്നു. അപ്പോൾ ബായിന്റെ മുമ്പിൽ അവ്യക്തമാക്കി മണിക്കുക എന്നതാണ് ഇഖ്ഫ ഷഫവി, മീമിന്റെ സാക്കിനത്ത മീമിന്റെ ഹുക്ം. ഇവിടെ തൻവീൻ മീമായി മാറുമ്പോൾ ആ ഹുക്ം ഇവിടെയും കടന്നു വരുന്നു. ലമുഹീതതുൻ ബിൽ കാഫിരീൻ. കാഫിരീൻ ഇസ്തിഫാലിന്റെ ഹർഫാണ്, തർക്കീഖ് ചെയ്ത് നേർപ്പിക്കുകയാണ് വേണ്ടത്. ഇതുവരെ ഈ വചനത്തിലായി ത്വാ മാത്രമാണ് തഫ്ഖീമിന്റേത്, തടിപ്പിച്ചുച്ചരിക്കേണ്ടതായിട്ടുള്ളത്. മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖിന്റെ ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. യൗമ യഗ്ശാഹുമുൽ അദാബ്. യഗ്ശാഹും എന്ന് പറയുമ്പോൾ ഗൈന് തൊണ്ടയുടെ ഇങ്ങേറ്റം എന്നതാണ് മഖ്റജ്, ഗൈനിന്റെ മഖ്റജ്. അവിടെ നാവ് അവസാനിക്കുന്ന ആ സ്ഥാനം, തൊണ്ട ആരംഭിക്കുന്നിടത്ത് മേലേറ്റം. ഇവിടെ ഗൈനിനെ റഖാവത്തോടുകൂടി ലൂസാക്കി ഉച്ചരിക്കുകയും വേണം. യഗ്ശാഹും, ഗൈനിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാന്റെ ഹർഫായതുകൊണ്ട്. യൗമ യഗ്ശാഹും, ഗൈനിന് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. എല്ലാറ്റിനും തർക്കീഖാണ്, ഗൈനിന് മാത്രം തഫ്ഖീം, തടിപ്പിക്കുക എന്ന അവസ്ഥ. യഗ്ശാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം. അൽ അദാബു, ഐന് ശേഷം ദാല്, ഇതൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കുക. കഴിഞ്ഞ വചനത്തിൽ വന്നു ഈ പദം. മിൻ ഫൗഖിഹിം വമിൻ തഹ്തി, രണ്ട് തവണ സാക്കിനത്തായ നൂൻ ആവർത്തിച്ചു വരികയാണ്. ശേഷം ഇഖ്ഫ ഹഖീഖിയുടെ അക്ഷരങ്ങളും. മിൻ ഫൗഖിഹിം ഇവിടെ ഫാ, ശേഷം വമിൻ തഹ്തി താ, നൂനിന് ശേഷം വരുന്നു. സാക്കിനത്തായ ഈ നൂനുകളെ അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്, മറച്ചു മണിച്ചുച്ചരിക്കുക. മിൻ ഫൗഖിഹിം, ഇതിൽ തർക്കീഖ് നൽകണം, നേർപ്പിക്കുകയാണ് വേണ്ടത്. കാരണം നൂനിന് ശേഷം ഫാ വന്നു,
താ വന്നു. ഇവയൊക്കെ ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ചരിക്കേണ്ട നേർപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. ഈ നേർപ്പിക്കൽ സാക്കിനത്തായ നൂനിന്റെ ഉച്ചാരണത്തിലും വേണം, മണിക്കലിൽ. മിൻ ഫൗഖിഹിം വമിൻ തഹ്തി. ഫൗഖിഹിം വമിൻ സാക്കിനത്തായ മീമും ശേഷം വാവും. അതുപോലെ തഹ്തി അർജുലിഹിം വയഖൂൽ. ഇവിടെയൊക്കെ സൂക്ഷ്മതയോടെ ഇർഹാർ ഷഫവി നൽകി സാക്കിനത്തായ മീമിനെ ഉച്ചരിക്കണം. മീമും ശേഷം വാവും ഷഫവിയായ രണ്ടക്ഷരങ്ങളാണ്. മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇർഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് സാക്കിനത്തായ മീമിന്, സുക്കൂൻ നൽകപ്പെട്ട മീമിനെ ചെയ്യേണ്ടത്. വയഖൂലു ദൂഖു. യഖൂലു ദൂഖു. ഈ രണ്ട് പദത്തിലും ഖാഫ് വരുന്നു. അതിനു മുമ്പ് അർജുലിഹിം റാഇന് തഫ്ഖീം കൊടുക്കണം. അർജുലിഹിം റാഇന് തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക എന്നതും ശ്രദ്ധിക്കുക. വയഖൂലു ദൂഖു. ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. നിസ്ബിയായ തഫ്ഖീമാണ്, ആപേക്ഷികമായ തഫ്ഖീം. ഖാഫ് ദമ്മ നൽകിയാണ് രണ്ട് പദത്തിലും വന്നിട്ടുള്ളത്. വയഖൂലു ദൂഖു മാ കുൻതും തഅമലൂൻ. മാ ഇസ്തിഫാലിന്റെ ഹർഫാണ്. അലിഫിലും തർക്കീഖ് ഉണ്ടാവണം. മാ എന്ന ശബ്ദം. കുൻതും സാക്കിനത്തായ നൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. സാക്കിനത്തായ മീം അന്ത്യത്തിലുണ്ട്, ശേഷം താ. ഇവിടെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ മാ കുൻതും തഅമലൂൻ. യാ ഇബാദിയല്ലദീന ആമനൂ. ഇവിടെ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്. തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. യാ ഇബാദിയല്ലദീന ആമനൂ. പ്രത്യേകിച്ചും അലിഫുകൾ ശ്രദ്ധിക്കുക. ദീർഘാക്ഷരമായ അലിഫ്. യാ ഇബാദിയ ആമനൂ തുടങ്ങിയ അലിഫുകൾ. ആമനു എന്നതിലെ ദീർഘം മദ്ദുൽ ബദലാണ്. ഹംസ ആമനു എന്നതിലെ ഹംസയുടെ ദീർഘത്തിന് മദ്ദുൽ ബദൽ എന്ന് പേര് പറയും. ഹംസ അലിഫ് നൽകി ദീർഘിപ്പിക്കുന്നു. ഇവിടെ രണ്ട് ഹറക്കത്തിന്റെ അളവിലുള്ള തബീഇയ ദീർഘം മാത്രമാണ് നൽകുക. ആമനു അന്ത്യത്തിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നു എന്നതാണ് കാരണം. ആമനൂ ഇന്ന. ഇന്ന ഇതിൽ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അർദി. അർദി ഹംസ ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്നാൽ ശേഷം റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. റാഇന് സുക്കൂനും തൊട്ടു മുമ്പിലായി ഫത്ഹയും വന്നതുകൊണ്ട് തന്നെ തഫ്ഖീമാണ് റാഇന്റെ വിധി. ശേഷം ബാദ് ഇസ്തിഅലാന്റെ അക്ഷരം, അതിനും തഫ്ഖീമാണ്. കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ തഫ്ഖീം ഹംസയിലേക്ക് ഇങ്ങോട്ട് ചേരുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എ എന്ന ഇസ്തിഫാലിന്റെ തർക്കീഖോട് കൂടിയുള്ള ശബ്ദമാണ് ഹംസക്കുണ്ടാവുക. أرضي واسعة فإياي. واسعة تنل تنويننا ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. ശേഷം ഫ ഉണ്ട്, അവ്യക്തമാക്കി മണിക്കണം. വാസിഅതുൻ ഫഇയ്യായ. ഫഇയ്യായ ഫഅബ്ദൂൻ. ഫഅബ്ദൂൻ ആയിന് നേരത്തെ സൂചിപ്പിച്ചതാണ്. തൊണ്ടയുടെ മധ്യമാണ് അതിന്റെ മഖ്റജ്. വ്യക്തമായി ഉച്ചരിക്കുക. ഫഅബ്ദൂൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ ഹംസിന്റെ അക്ഷരങ്ങളാണ് ഫ, സീന് തുടങ്ങിയ അക്ഷരങ്ങൾ.
ഫാവും സീനും വ്യക്തമായി ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങളും അതിന്റെ മഖ്റജിൽ നിന്ന് ക്ലിയറായി ഉച്ചരിക്കുക. കുല്ലു നഫ്സിൻ തൻവീനുണ്ട്. ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. ശേഷം ദാലാണ് വന്നിട്ടുള്ളത്. നഫ്സിൻ ദായിഖ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. അലിഫിനെ 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ദായിഖത്തുൽ മൗത്ത്, ദായിഖ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഷിദ്ദത്തിന്റെ ഹർഫാണ്, കടുപ്പിച്ചുച്ചരിക്കേണ്ട, തഫ്ഖീമോടുകൂടി തടിപ്പിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാന്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. ദായിഖത്തുൽ മൗത്ത്, അൽ മൗത്ത് എന്ന് വഖഫ് ചെയ്യുമ്പോൾ അവിടെ ലീനിന്റെ ഹർഫായ വാവിന്, മദ്ദുൽ ലീൻ എന്നാണ് ഈ വാവിനെ കുറിച്ച് പറയുക. മദ്ദുൽ ഹർഫ്, അതായത് ദീർഘാക്ഷരമായ വാവല്ല ഇത്. കാരണം ഇതിന് സുക്കൂനും വാവിന് സുക്കൂനും മുമ്പിൽ ഫത്ഹയുമാണ് വന്നിട്ടുള്ളത്. ഈ അവസ്ഥയിൽ വരുന്ന വാവിനും യാഇനും ലീനിന്റെ ഹർഫ് എന്നാ പറയുക. ലീൻ എന്നാൽ ലോലമാക്കുക എന്നൊക്കെയാണ് അക്ഷരം. ലോലമാക്കുക, അയവുയർത്തുക, ലൂസാക്കുക എന്നൊക്കെയാണ് ലീന് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അതിന്റെ അർത്ഥം അൽ മൗത്ത്. ലീൻ എന്നത് വാവിലും യായിലുമുള്ള ഒരു അടിസ്ഥാനമായ സിഫത്താണ്, വിശേഷണമാണ്. അപ്പോൾ ഇവിടെ ലീനിന്റെ ദീർഘമാണ്. ആ ദീർഘം ആരിദിന്റെ വിധി നൽകി 4 ഹറക്കത്തിന്റെ അളവിലൊക്കെ ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാവുന്നതാണ്. അൽ മൗത്ത്. ഇനി അൽ മൗത്ത് എന്ന് പറഞ്ഞ് മതിയാക്കുകയും ആവാം. ദായിഖത്തുൽ മൗത്ത്, ഇത് വഖഫിന് വേണ്ടി മാത്രമാണ് ഈ ദീർഘം വരുന്നത് എന്നതും ശ്രദ്ധിക്കുക. തായിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ ഹംസ് ശ്രദ്ധിക്കണം. അതിൽ ഖൽഖല വന്ന് അൽ മൗത്ത് എന്ന ശബ്ദത്തിന് ഒരു ചലനം അധികം വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ദായിഖത്തുൽ മൗത്ത്. സുമ്മ, അതിന്റെ മഖ്റജിൽ നിന്ന് ക്ലിയറായി ഉച്ചരിക്കുക. നാവിന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിന്റെ അറ്റവും, ഇതാണ് ന്റെ മഖ്റജ്. സുമ്മ, അത് സുമ്മ എന്നോ സുമ്മ എന്നോ ആയി പോകരുത്. സുമ്മ, മീം മുശദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിക്കണം. ഇലൈന, ഇലൈന തുർജഊൻ. തു ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. എന്നാൽ റാഇ തഫ്ഖീമാണ്. ആ തഫ്ഖീം തായിലേക്കും ചേർന്നുകൊണ്ട് ത്വാ പോലെ ഉച്ചരിച്ചു പോവുക. തുർജഊൻ എന്നൊക്കെ തായിനും തഫ്ഖീം കൊടുക്കുക. അത് അബദ്ധമാണ്, തെറ്റാണ്, ശ്രദ്ധിക്കണം. തുർജഊൻ, റാഇന് മാത്രമാണ് തഫ്ഖീം നൽകേണ്ടത്. തുർജഊൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين. يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ويقول ذوقوا ما كنتم تعملون. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. كل نفس ذائقة الموت ثم